ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴിത്തീറ്റ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള തീറ്റകളെ അപേക്ഷിച്ച് ഈ കോഴിത്തീറ്റ വളരെയധികം വിലക്കുറവാണ്. പിന്നെ കോഴികളിൽ നിന്നും നമുക്ക് ഡെയിലി മുട്ടയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കൊടുത്തു വരാറുള്ളത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ചിലവ് കുറച്ചിട്ട് വീട്ടിൽ തന്നെ കോഴിത്തീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ മാർക്കറ്റിൽ തന്നെ നമുക്ക് വളരെ വിലക്കുറവിലും പിന്നെ നമുക്ക് മുട്ടയും കിട്ടുന്നുള്ള നല്ലൊരു തീറ്റയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ തീറ്റയൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ കോഴികൾക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് തൊട്ടടുത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. കുറച്ച് ഡ്രൈ ആണ് കേട്ടോ തീറ്റ, അതിൽ ചോളം അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത്. അല്ല, താറാവിന് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി കഴിക്കാനായിട്ട് എളുപ്പമാവും കേട്ടോ. അപ്പോൾ രണ്ട് ലെവലിലും കൊടുക്കുക, ഒന്ന് നനച്ചിട്ടും കൊടുക്കുക, അല്ലാതെയും കണ്ടിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക. അങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ തീറ്റ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് ചോളുണ്ട്, പിന്നെ ഗോതമ്പിൻ്റെ നുറുക്ക്, പിന്നെ മുട്ടത്തൊണ്ട് പൊട്ടിച്ചത്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടത്തൊണ്ടിൻ്റെ പൊടിയൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ മുട്ടയുടെ തൊണ്ടൊക്കെ. അപ്പോൾ കോഴികൾക്ക് കാൽസ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പം നനച്ച് കൊടുക്കുമ്പോഴൊക്കെ ഇവരിത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴും കൊത്തി പറക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ട് പാത്രം നമുക്ക് കാലിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ അവർ കഴിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്കിതിൽ ചോളം തന്നെയാണ് കേട്ടോ കാണാറുള്ളത്. കണ്ടില്ലേ, കൂടുതലും ചോളം തന്നെയാണ്. പിന്നെ ഇതാ ഈ തീറ്റ നമ്മളിങ്ങനെ ചാക്കാണ് എടുക്കാറുള്ളത്. ഇതിൻ്റെ പേര് മദർ ഫീഡ് എന്നാണ് കേട്ടോ. ബോയിലർ സ്റ്റാൾ ഫീഡ് എന്ന് ബോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മളിത് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്നത് നമുക്ക് മുട്ടയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 25 കിലോന് 675 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 25 കിലോൻ്റെ ചാക്ക് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 600 രൂപയാണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ 600 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് 1 കിലോന് വെറും 24 രൂപയാണ് വരുന്നത്. മറ്റുള്ള മുട്ടത്തീറ്റക്ക് 40-45 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓരോരോ നാട്ടിലും ഓരോ പോലെയാണ്. അപ്പോൾ ഇതാ ഇത്രയും മുട്ട നമുക്കിപ്പോൾ ഇത് നമ്മുടെ കോഴിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അത്ര കോഴികളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് കോഴികളേ ഉള്ളൂ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കോഴികളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുട്ടകളാണത്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ കോഴികളും മുട്ട ഇടുന്നുണ്ട്. 1-2 കോഴികൾ മുട്ട ഇട്ടില്ലെങ്കിലേന്നുള്ളൂ. ബാക്കി മുട്ടകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് കൊടുത്തു നോക്കേണ്ടി. അപ്പോൾ ഇതാ കോഴികൾ കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അവർ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇൻക്യുബേറ്ററിലേക്കുള്ള മുട്ട അത്യാവശ്യം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 120 മുട്ട വെക്കുന്ന ഒരു ഇൻക്യുബേറ്ററാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 102 മുട്ട വരെ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടൊക്കെ വെക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി, എങ്ങനെയൊക്കെ ചെയ്യേണ്ടി എന്നൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.